السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا شيخنا يا قطب دائرة الولاية غوثنا، المدد يا شيخ أجمل معين الدين. لا إله إلا الله محمد صار شادي ديهم سعدي بنظر منكم. المدد يا شيخ أجمل معين الدين. فاز جيفان ساجدا أمامكم وتائبا. المدد يا شيخ أجمل معين الدين. لا إله رسول الله. صار عنق الملك فتي راج في قيد بكم. المدد يا شيخ أجمل معين الدين. يسرا عسيرنا وسهلا أمورنا. المدد يا شيخ أجمل معين الدين. لا إله إلا الله محمد رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, അതുപോലെ തന്നെ അഖ്താബുൽ അർബഅ അഇമ്മത്തുൽ അർബഅത്തിന്റെ ഒക്കെ നോട്ടം അല്ലാഹു നൽകുമാറാവട്ടെ. വിശിഷ്യ ഈ മാസം നിരവധി മഹാരഥന്മാരുടെ വഫാത്ത് നടന്ന മാസമാണ്. നാം ഒക്കെ ശാഫിഈ മദ്ഹബുകാരാണ്. കേരളത്തിൽ 90% ശാഫിഈ മദ്ഹബുകാരാണ്.
പാലക്കാടിന്റെ ഒരു ഭാഗം കൊല്ലംകോട് അങ്ങോട്ടുള്ള ഭാഗം ഒഴിച്ച് ഇടുക്കിയും തിരുവനന്തപുരത്തിന്റെയും അങ്ങേയറ്റം ഒഴിച്ചാൽ ബാക്കി കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ശാഫിഈ മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്നവരാണ്. ശാഫിഈ മദ്ഹബിൽ മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ പ്രൗഢഗംഭീരമായി മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. എല്ലാ വെള്ളിയാഴ്ചയും മഅ്സറിന് ശേഷം അവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുളൂർ ഉണ്ടാകലുണ്ട് എന്ന് മഹാന്മാക്കൾ പറയുന്നു. ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ ലോകത്തിന്റെ വൈജ്ഞാനിക ചക്രവാളത്തിൽ ഇൽമു കൊണ്ട് പ്രകാശിപ്പിക്കുമെന്ന് മുത്തുനബി കാലങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച മുന്നറിയിപ്പ് നൽകിയ മഹൽ വ്യക്തിത്വം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ശാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അല്ലാത്തവര് പോലും പറയുന്നത്. ആ നിലക്കുള്ള ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ ആയ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച എല്ലാ വെള്ളിയാഴ്ചയും അസറിന് ശേഷം മുത്തുനബിയുടെ ഹുളൂർ പ്രതീക്ഷിക്കപ്പെടുന്ന ഉന്നത ഹളറത്തായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായി പോയത് ഈ റജബ് മാസത്തിലാണ്. അവിടുത്തെ വലിയ മഹനീയമായ ഖുബ്ബ, ആ ഖുബ്ബക്ക് മുകളിൽ തോണിയാണ്, അല്ലെങ്കിൽ ഒരു കപ്പത്ത്. സാധാരണഗതിയിൽ ഖുബ്ബക്ക് മുകളിൽ നമ്മളൊക്കെ ചന്ദ്രക്കലയും സ്റ്റാറും ഒക്കെ വെക്കപ്പെടുമ്പോൾ സാധാരണ ഖുബ്ബകൾക്ക് മുകളിൽ ചന്ദ്രക്കലയും നക്ഷത്രത്തിന്റെ ചിഹ്നവും വെക്കുമ്പോൾ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഖുബ്ബക്ക് മുകളിൽ ഒരു തോണിയുടെ രൂപം ആണ് അവിടെ വെച്ചിട്ടുള്ളത്. നമ്മളെ നക്ഷത്രത്തിനും ചന്ദ്രക്കലക്കും പകരം വലിയൊരു ആശയത്തെ സൂചിപ്പിക്കുന്നു. അത് ഇമാമുന ശാഫിഈ സാധാരണഗതിയിൽ തോണി, ആ തോണി പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ കപ്പൽ പോവുക എന്നുള്ളത് വെള്ളത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ കടലിന്റെ മുകളിലൂടെയാണ് തോണിയൊക്കെ പോവുക എന്നതുപോലെ ഇൽമിന്റെ മഹാസമുദ്രമാണ് ഈ താഴത്ത് കിടക്കുന്നത്. ഇൽമിന്റെ മഹാസമുദ്രമാണ് ഈ താഴത്ത് കിടക്കുന്നത് എന്നതിന്റെ മേൽ അറിയിക്കുന്നു അത്രേ ആ തോണി. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ടൊക്കെ ഒരു സമയം ശഅബാനിന്റെ 15-ന് ശേഷം ഒന്നിരായ നിങ്ങളുടെ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, കാലചെറുപ്പം മുതലേ ഓടമ്പുഴയിൽ ഓതാൻ വന്നത് മുതലേ സുഹൃത്താണ്, ആത്മമിത്രമാണ്. അതോടൊപ്പം എന്തേത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പരസ്പരം തെരഞ്ഞെടുത്തൊരു സുഹൃത്തു കൂടെയാണ് ജഅഫർ ഉസ്താദ് അവர்கள். ഉസ്താദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ശഅബാനിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ മഹാ ഹളറത്തിന്റെ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഹളറത്തിലേക്ക് കയറുന്ന ആ കവാടത്തിൽ തന്നെ ഒരു സെക്യൂരിറ്റി എന്നോണം മഹാനായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ സക്കരിയ അൻസ്വാരിയോട് ഏറെ കടപ്പെട്ടവരാണ്. നമ്മളുടെയൊക്കെ ഫിഖ്ഹി പാരമ്പര്യം എന്ന് പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിലേക്ക് മുട്ടുന്ന പാരമ്പര്യമാണ്. അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അൽ ഹൈതമിയെ ഇബ്നു ഹജർ അൽ ഹൈതമിയാക്കിയത് സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. നമ്മുടെ പള്ളി ദർസിൽ ഓതുന്ന ഫത്ഹുൽ മുഈൻ, ആ ഫത്ഹുൽ മുഈൻ എഴുതി അതിന്റെ മത്തിനായ ഖുറത്തുൽ ഐനി എഴുതി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അക്കാലത്ത് സക്കരിയ അൻസ്വാരി തങ്ങൾ ഹയാത്തുള്ള കാലമാണ്. വളരെ പ്രായാധിക്യം വന്നിട്ടുണ്ട്. സക്കരിയ അൻസ്വാരി തങ്ങൾക്ക് ഖുറത്തുൽ ഐനിന്റെ മത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ കാഴ്ച ഉണ്ടെങ്കിൽ
എനിക്കൊന്ന് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഖുർറത്തുൽ ഐൻ ഫത്ഹുൽ മുഈനിന്റെ മത്നായ ഈ ഖുർറത്തുൽ ഐനിന് ഞാനൊരു ശറഹ് എഴുതുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സക്കരിയ അൻസാരി തങ്ങൾ ഒരു സെക്യൂരിറ്റിയെ പോലെ വളരെ കമനീയമായി ശാഫിഈ ഇമാമിന്റെ ഹദ്റത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. സക്കരിയ അൻസാരി തങ്ങളെ കാണാതെ ശാഫിഈ ഇമാമിന്റെ ഹദ്റത്തിലേക്ക് കയറാൻ കഴിയില്ല. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരെ ഫയൂളാത്തൊക്കെ അല്ലാഹു നമ്മുടെ മജ്ലിസിൽ നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇമാമുന ശാഫിഈ തങ്ങൾ വഫാത്തായി പോയ മാസമാണ് ഈ റജബ് മാസം. ഈ മദ്ഹബിന് ഏറെ ഖിദ്മത്ത് ചെയ്ത മഹാനാണ് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. മിൻഹാജ് ഇന്ന് കാണുന്ന ശാഫിഈ മദ്ഹബിലെ മുഴുവൻ കിതാബും ബഹുമാനപ്പെട്ട മിൻഹാജിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ മിൻഹാജിന്റെ ആ ഒരു എഫക്റ്റിൽ നിന്നുണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റില്ല. പ്രിയപ്പെട്ടവരെ, ശാഫിഈ കിതാബുകൾക്ക് ഒരു കൃത്യമായ തർത്തീബുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ 4 കിതാബുകളിൽ നിന്ന് മുഖ്തസറുൽ ബുവൈത്തിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു നിഹായത്തുൽ മത്ലബ് എന്ന ഗ്രന്ഥമുണ്ടാക്കി. ആ നിഹായത്തുൽ മത്ലബിൽ അതൊന്ന് ചുരുക്കി ഏതാണ്ട് 28ഓളം വാള്യമുണ്ട് നിഹായത്തുൽ മത്ലബ്. അതെല്ലാം ചുരുക്കി ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യൻ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവരുടെ ആണ്ടിന്റെ മാസമായിരുന്നു കഴിഞ്ഞ മാസം. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ ആണ്ടിന്റെ മാസമായിരുന്നു കഴിഞ്ഞ മാസം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ അത് ചുരുക്കി ബസീത്ത് എന്ന കിതാബാക്കി. ആ ബസീത്തിന് ഇമാം നബവി തങ്ങൾ തന്നെ വീണ്ടും ഒന്ന് ചുരുക്കി വസീത്ത് ആക്കി. വസീത്തിനെ ബഹുമാനപ്പെട്ടവർ വീണ്ടും ചുരുക്കി വജീസ് ആക്കി. ആ വജീസിനെ വീണ്ടും ഒന്ന് ചുരുക്കി അൽ ഖുലാസ എന്ന ഗ്രന്ഥം ഉണ്ടാക്കി. ഈ അൽ ഖുലാസ എന്ന ഗ്രന്ഥം ഞാൻ നേരത്തെ പറഞ്ഞ നിഹായത്തുൽ മത്ലബ് എന്ന 28 വാള്യമുള്ള കിതാബിനെ ഒരൊറ്റ കോപ്പിയിലേക്ക് ഇമാം ഗസാലി തങ്ങൾ മാറ്റി. നിഹായത്തുൽ മത്ലബിന്റെ 28 വാള്യത്തിൽ പറഞ്ഞ ആശയത്തിൽ നിന്ന് ഒരൊറ്റ ആശയവും ചോർന്നു പോവാതെ അതിനെ ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുലാസയാണെന്നും പറയപ്പെടുന്നു, അല്ല വജീസിനെയാണെന്നും പറയപ്പെടുന്നു. അതിനെ ഒന്ന് ചുരുക്കി ഇമാമുന ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു മുഹറർ എന്നൊരു ഗ്രന്ഥമുണ്ടാക്കി. ആ മുഹററിൽ ഒന്ന് ദമ്മാക്കിയെടുത്തതാണ് മിൻഹാജ്. ആ മിൻഹാജിൽ നിന്ന് എത്രയോ ഹാഷിയകളും അതുപോലെ തന്നെ ശർഹുകളും വന്നു. നാം ഓതിക്കൊണ്ടിരിക്കുന്ന മഹല്ലി, തുഹ്ഫ, അതുപോലെ തന്നെ നിഹായ, മുഗ്നി, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ശർഹുകൾ. പൊന്മള ഉസ്താദ് ഒരിക്കൽ പറയുന്നത് കേട്ടു, മിൻഹാജിന്റെ 100-ലധികം വ്യാഖ്യാനങ്ങൾ ഞാൻ നോക്കി തീർത്തിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആ മിൻഹാജിന്റെ മുസന്നിഫായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായി പോയ മാസം കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കിലെ എണ്ണ തീർന്നപ്പം ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളെ വിരലിങ്ങനെ പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ഗ്രന്ഥെഴുത്ത് പൂർത്തിയാക്കി. ആധുനിക ഇമാമുന നവവി റളിയല്ലാഹു അൻഹു തങ്ങളെ പറയുമ്പോൾ പറയാതെ വയ്യ. ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിനെ ഹഫിളഹുല്ലാഹു വറഹ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ, രോഗങ്ങളൊക്കെ ശിഫയാക്കുമാറാവട്ടെ. ഉസ്താദ് ദാറുൽ മാരിഫ് തൊട്ടടുത്താണുള്ളത്. സമ്മേളനമാണ് ഫെബ്രുവരി 8-ാം തീയതി. വൻ വിജയമാക്കി കൊടുക്കൽ നമ്മുടെ കടമയാണ്. ഉസ്താദിന് നാട്ടുകാരെ അറിയില്ല, അതുപോലെ തന്നെ പുറമെയുള്ള ഒരു മുതലാളിമാരെയും അറിയില്ല. ഉസ്താദിനെ ആകെ അറിയുക, കിതാബുകൾ അമ്പാടും അറിയും. 100-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ആ മഹാമനുഷ്യൻ, അവരുടെ ഹറക്കാത്ത് സക്കനാത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ മഹാത്മാക്കളായ ഔലിയാക്കളെ എഴുതിയ കിതാബുകളാണ്. ഉസ്താദിന്റെ ഒരു കിതാബുണ്ട്, കിതാബു ഖിസസുസ് സ്വലാ എന്നാണ് ആ കിതാബിന്റെ പേര്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കഥകളാണ് ആ കിതാബിൽ പ്രധാനമായും പറയുന്നത്.
അപ്പൊ ആ കിതാബ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ആ കിതാബിന്റെ ആമുഖത്തിൽ ബാബ ഉസ്താദ് പറയുന്നുണ്ട്. ഞാൻ അന്തിക്കുറങ്ങി എന്ന് പറഞ്ഞ ഉസ്താദ് ഉറങ്ങല് കോടമ്പയെ പഠിച്ചവർക്കും ഈ നാട്ടുകാർക്കും നന്നായി അറിയാം. 2 മണി 3 മണിയൊക്കെ ആകും ഉറങ്ങണമെങ്കിൽ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോ ഉറക്കൊന്നും വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കത്തിന്റെ ഒരു ശകലവും കാണുന്നില്ല. അങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ എന്തല്ലോ നിസ്കാരവുമായി ബന്ധപ്പെട്ട പല കിസ്സകളും മനസ്സിലേക്ക് വരികയാണ്. നേരം എടുത്തപ്പോ ഇന്നലെ ഉസ്താദിന്റെ മനസ്സിൽ കൂടെ വന്ന ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഒരു പേപ്പർക്ക് എഴുതി വെച്ചു. അപ്പൊ നോക്കുമ്പോ അതൊരു കിതാബാക്കാണ്ടത്ര, അതൊരു കിതാബാക്കാണ്ട്. അങ്ങനെ അതിന് കുറച്ചും കൂടി കഥകൾ കൂട്ടിക്കൊടുത്തിട്ടാണ് കിതാബ് ഖിസസ് സ്വലാ എന്ന ബാബ ഉസ്താദിന്റെ കിതാബ് ഉണ്ടായതായിരുന്നു. അങ്ങനെ 100-ലധികം കിതാബ് എഴുതി. ജലാലൈനിക്ക് 30 വാള്യം പൂർത്തിയാക്കി. തസ്ഹീലുൽ ബൈളാവിക്ക് 2 വാള്യങ്ങൾ എഴുതി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാൻ 4 കിതാബുകൾ എഴുതി. മഹാത്മാക്കളെ പറ്റി പറയാൻ 80 കിതാബുകൾ എഴുതി. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആധുനിക ലോകത്തെ ഇമാമുൻ നവവിയാണ് നമ്മുടെ സമീപത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതൻ കോടമ്പുഴ ബാബ ഉസ്താദ്. ആഫിയത്തുല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ നബവി ഇമാമിനെ അനുസ്മരിക്കുന്ന മാസമാണ് ഈ റജബ് മാസം. അവരുടെ വഫാത്തിന്റെ മാസമാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് കോഴിക്കോട് ഇടിയങ്ങൽ. ഇന്ന് അവരുടെ ആണ്ടിന്റെ ദിവസമാണ്. അശ്ശൈഖ് ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ-ഹിംസി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ആമീൻ. അവരുടെ വഫാത്തിന്റെ ദിവസമാണ് ഇന്ന്. അവരുടെ ആണ്ടിന്റെ മാസമാണിത്. അവരുടെ വഫാത്തിന്റെ ദിവസമാണ് ഇന്ന്. ഇന്നവിടുത്തെ സമാപനമാണ്. അതുപോലെ തന്നെ ഈ റജബിൽ വഫാത്തായി പോയ മറ്റൊരു മഹാനാണ് മഹാനരായ മർഹൂം PMK ഫൈസി ഉസ്താദ്. PMK നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തൊട്ട് സമീപമാണ് ക്രസന്റ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ മുഖ്യ സൂത്രധാരിയാണ് ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദ്. ഈ വിനീതൻ നേരത്തെ 3-4 കൊല്ലക്കാലം ദർസ് നടത്തിയത് അവരുടെ ലോകത്തെ സ്ഥാപനമായ ഉമ്മുൽ ഖുറയിലായിരുന്നു. 1000-കണക്കിന് PMK മരിച്ചു അത്ര. വഫാത്തായപ്പം PMKയുടെ സേവനങ്ങളൊക്കെ നിശബ്ദ സേവനങ്ങളാണ്. ഞാൻ എല്ലാ മാസവും പാലക്കാട് കൊല്ലം കൂട് വേദന. അപ്പൊ ഒരു ദിവസം പാലക്കാട് കൊല്ലം കൂട്ട് ഞാൻ വേദന പോയപ്പോ നേരത്തെ എത്തിയപ്പോ അവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ 4ാം സ്ഥാനമുള്ള ഗ്രാമമാണ് ഈ കൊല്ലംകോട്. അപ്പൊ കൊല്ലംകോടിന്റെ പരിസരത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോ അവിടെ കിളിമല എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഡാമുണ്ട്. അവിടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതാണ് പണ്ട് അൽ-റുഫാദിൽ PMK പരാമർശിച്ച കിളിമല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ എന്താ, കിളിമലക്ക് താഴെ ഇസ്ലാമോ എന്നൊരു ലേഖനം പഴയ കാലത്ത് അൽ-റുഫാദിൽ ഉണ്ടായിരുന്നു. കിളിമലക്ക് താഴെ ഇസ്ലാമോ. എന്താ സംഭവം? PMK ഉസ്താദ് ആ വഴിയേന യാത്ര പോയപ്പോ അവിടെ പള്ളിയിൽ ഒരാൾ ബാങ്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങി നിസ്കരിക്കാതെ ഇറങ്ങി. അപ്പൊ ആളെ PMK ഉസ്താദ് പിടിച്ചെടുത്ത് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചാൽ പോയത്. അപ്പൊ ആള് പറഞ്ഞു, തൊഴുതാൻ ഹസ്രത്ത് വരും, ഞാൻ പോവുകയാണ്. തൊഴുതാൻ ഹസ്രത്ത് വരും. ഒരു ചെറിയ തമിഴ് കലർന്ന ഭാഷയാണ്. തൊഴുതാൻ ഹസ്രത്ത് വരും. അപ്പൊ ഞാൻ മല്ലാക്കല്ലാത്തോടെ എന്നെ ഏൽപ്പിച്ചതാണ്. എനക്കെന്താ പണി? എനിക്ക് പുറത്തൊരു കള്ള് ഷാപ്പുണ്ട്, അവിടെ കള്ള് പാർക്കുന്ന പണിയാണ്. ആളെ ഇപ്പൊ പള്ളിയെ വാങ്ങുക ഏൽപ്പിച്ചു. അങ്ങനെ അതിൽ നിന്ന് ആ ഒരു സംഗതിയിൽ നിന്ന് PMK മനസ്സ് വേദന ചെയ്തിയ ലേഖനമാണ് കിളിമലക്ക് താഴെ ഇസ്ലാമോ. ഫത്ഹാക്കി PMK അവിടെ പാലക്കാടിന്റെ ഗ്രാമങ്ങളിൽ PMK ഫത്ഹാക്കി. PMK വഫാത്തായി. ബഹുമാനപ്പെട്ടവർക്ക് സ്ഥിരമായി ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. PMKന്റെ ആ പഴയ നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്ത് മൂപ്പര അലമാര പരിശോധിച്ചപ്പോ മൂപ്പര ഡയറി എടുത്തു. 1000-ലധികം ആളുകൾക്ക് കെലിമ ചൊല്ലി കൊടുത്തത് മുഴുവനും എണ്ണി നോക്കി. 1000-ലധികം ആളുകൾ
ബാവ ഉസ്താദ് തന്നെ പറയലുണ്ട്, പെരുമുഖത്തുനിന്ന് ഒരാള് ദീന് കൂടിയാണ്. ആള് തേജസ് വായിച്ചാണ്ട് RSSകാരനാണ്. തേജസ് വായിച്ച ആള് മുസ്ലിം ആയതാണ്. അപ്പൊ ഇവിടെ ഏത് പള്ളിയാന്ന് അറിഞ്ഞൂടാ. പള്ളി കമ്മിറ്റിയോടൊക്കെ ബന്ധപ്പെട്ടപ്പോ പള്ളി കമ്മിറ്റിക്കാർ ഓൾക്കൊരു പേടി, സംഗതി മറ്റൊന്നാണ്. അങ്ങനെ ബാബുസ്താദിന്റെ അടുത്തേക്ക് ആരോപപ്പെടുന്ന പെരുമുഖത്താര് പറഞ്ഞു. ആ ബാബുസ്താദിന്റെ അടുത്ത് ആ ബാബുസ്താദ് ആദ്യങ്ങൾ കെലിമ ചൊല്ലി ബാക്കി പിന്നാക്കാന്ന് ബാബുസ്താദ് കെലിമ കൊടുത്തു. എന്നിട്ട് ബാബുസ്താദ് നേരെ PM വിളിച്ചു. നിങ്ങളെവിടെയുള്ള ഞാൻ ഇങ്ങനെ കേസിൽ എടുത്ത് വന്നിക്കണോ? ആ മോങ്ങത്തേക്ക് പോകാൻ ബസ്സിന്റെ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ബസ്സിന്റെ പൈസ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്താളി, ബാക്കി ഞാൻ റെഡിയാക്കിക്കോളാം. ഒരു സമുദായം മൊത്തം അല്ലെങ്കിൽ ഇവിടെ ആ പള്ളി കമ്മിറ്റി മാറി നിന്നിടത്ത് PM ഏറ്റെടുക്കണം. എന്റെ കൂടെ സ്ഥിരമായി നടക്കുന്ന ഒരു മോമത്തർ എഞ്ചിനീയർ ഒരു വട്ടം PMK ബസ്സിൽ സഞ്ചരിച്ച മോങ്ങത്തെ ഭയങ്കര ആർക്കിടെക്റ്റായ എഞ്ചിനീയറാണ്. ഇപ്പൊ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് തിരുവമ്പാടിക്കാരനായി, ക്രിസ്ത്യാനിയായി. PMK ബസ് കണ്ടതാണ്. പിന്നെ നേരം വെളുത്തുമ്പോ ആള് PMK ആളായി, മുസ്ലിമായി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ മഹത്തമായ മഹിതമായ മഹിതമായ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശം അറിയിച്ച് ഇസ്ലാമിന്റെ ശാബ്ദ തീരത്തിലേക്ക് അണിയിച്ച നമ്മളിൽ ഒരാളായി ആരും പിടുത്തം തരാതെ ജീവിച്ച് മരണമടിഞ്ഞ ബഹുമാനപ്പെട്ട PMK ഫൈദി ഉസ്താദ് ഉയർത്തുമാറാവട്ടെ. അവരെ സ്മരിക്കുന്ന മാസമാണ് ഈ റജബ് മാസം. ഇന്നലെ റജബ് 14 ബഹുമാനപ്പെട്ട ആണ്ടിന്റെ ദിവസം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഉറൂസ് സംഘടിപ്പിച്ച സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അതാഇർ റസൂൽ മഅവൽ ഫഖീർ ഖാജ മഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരെ സ്മരിക്കുന്ന മാസം കൂടെയാണ് ഈ റജബ് മാസം. റജബ് 6 ബഹുമാനപ്പെട്ടവർ വഫാത്തായി പോയത്. ഹിജ്റ 530 ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ജനിക്കുന്നത്. ബാപ്പ ഹസൻ സഞ്ജരി, ഉമ്മ മാഹിനു. കാലച്ചെറുപ്പത്തിൽ ബാപ്പയിൽ നിന്ന് തന്നെ പ്രാഥമികമായ ഇൽമുകളൊക്കെ നേടിയെടുത്ത് ഒരു സാധാരണ മുസ്ലിം ജീവിതത്തിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഖാജ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന കാലം. 15ാമത്തെ ചുരുക്കിയ ആ സംഭവങ്ങളോട് പറയാം. 15ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മരണപ്പെട്ടു പോയി. ബാപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ ഒരു ഭൂമിയിൽ ഒരു തോട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു പണിയെടുത്ത് ജീവിക്കുകയാണ്. അങ്ങനെ നിൽക്കെ ഒരു ദിവസം അതിലൂടെ ഇബ്രാഹിം ഖന്ദൗസ് എന്ന് പറയുന്ന ഒരു മഹാവലി അതിലൂടെ കടന്നു വന്നു. ഇബ്രാഹിം ഖന്ദൗസ് തങ്ങളെ കണ്ടപ്പോ ഇതങ്ങനെ വലിയൊരു വലിയാണെന്നൊന്നും ഖാജക്കറിയില്ല. ഖാജ ഒരു ആദിത്യ മര്യാദ എന്നുള്ളത് എനിക്ക് അങ്ങനെയാണല്ലോ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥികൾ അവൻ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ. ഒരാതി എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് ഈ മജ്ദൂബായ ഇബ്രാഹിം ഖന്ദൗസ് എന്ന് പറയുന്ന ആ വലിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖന്ദൗസ് റളിയല്ലാഹു അൻഹു അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇത് നമ്മളെ കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റിയ ആളാണ്. അതിലിങ്ങനെ തന്റെ തോൾ സഞ്ചിന്ന് ഒരു അപ്പക്കഷ്ണെടുത്ത് അത് മൂപ്പര തൊള്ളെ തന്നെ നല്ലോണം ചവച്ചിട്ട് അത് ഖാജ ബഹുമാനപ്പെട്ടവർ അകത്ത് വന്നു. അതാണ് دوزين أنتك وقد أعطاك قطعة خب زن داخل بفمي بها تبدل من
كالكل فورا إلى طلب المراتب عشقا عالي الهمم എന്ന് ശംസുൽ ഉലമ രേഖപ്പെടുത്തിയത് ഇതിനെ പറ്റിയാണ്. ആ ഒരു ഇബ്രാഹിം ഖന്ദൗസ് തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു റൊട്ടി കഷ്ണം ബഹുമാനപ്പെട്ട ഖാജന്റെ വായിൽ വെച്ചു കൊടുത്തതു മുതൽ ബഹുമാനപ്പെട്ടവർക്ക് ഈ ലോകത്തോട് വിരക്തി തോന്നി. ഈ ലോകം നശ്വരമായി, ലോകം നശ്വരമാണെന്ന ബോധം വന്നു. ഈ ലോകത്തിന് വേണ്ടിയല്ല റബ്ബനെ പടച്ചത്, ഈ ലോകത്തെ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടിയല്ല റബ്ബനെ പഠിച്ചത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, ആഖിറത്തിൽ ചിന്തിച്ച് ഈ ലോകത്തോട് മഹാനവറുകൾ എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ടവർ ത്വലാഖ് ചൊല്ലി. ബാപ്പയിൽ നിന്ന് കിട്ടിയ ഈ അനന്തര സ്വത്ത് ഭൂമിയില്ലേ, പാവങ്ങൾ സാധുക്കൾ കഷ്ടത അനുഭവിക്കുന്നവർ അവർക്കെല്ലാം തങ്ങൾ വഖഫാക്കി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ബുഖാറയിലേക്ക് പുറപ്പെട്ടു. അവിടെ മഹാനവറുകൾ ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു വലിയ മഹാപണ്ഡിതനിൽ നിന്ന് തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഫിഖ് പഠിച്ചു. അങ്ങനെയുള്ള മതപരമായ മുഴുവൻ ഫന്നുകളിലും അഗാധമായ പാണ്ഡിത്യം ബഹുമാനപ്പെട്ട ഹാജത്തങ്ങൾ നേടി. മഹാനവറുകൾ ഹിസാമുദ്ദീൻ തങ്ങളിൽ നിന്ന് എല്ലാ പാണ്ഡിത്യവും നേടി. ആ നിലക്ക് നിൽക്കുമ്പോഴാണ് എനിക്കൊരു മുറബിയായ ശൈഖ് വേണം, എനിക്കൊരു മുറബിയായ ശൈഖ് വേണം. ഖാജ ഒരുപാട് അന്വേഷിച്ചു. ആരെയാണ് മുറബിയായ ശൈഖാക്കുക? മുറബിയായ ശൈഖാകണം, അതൊന്നൊന്നര ശൈഖാകണം. ഖാജ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഇൽഹാം കിട്ടി. ശൈഖു മുറബിലക്കോ ശൈഖു ഫളലകും وذاك حين دعا في عرصة الحرم. മുറബിയായ ശൈഖിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർക്ക് ബോധനം കിട്ടി. അങ്ങകല ഹാറൂൻ പ്രദേശത്തിൽ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുണ്ട്. ആ ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ നിങ്ങൾ ശൈഖാക്കുക. ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങളെ തേടിപ്പോയി. ഹാറൂൻ പട്ടണത്തിലെത്തി പലരോടും ചോദിച്ചു. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ ഖാജയെത്തി. 20 കൊല്ലക്കാലം ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളോടൊപ്പം കൂടി. 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അവിടത്തേക്ക് എല്ലാ ഖിലാഫത്തിലുള്ള അധികാരം കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ശൈഖായി ഇരിക്കാൻ തുടങ്ങിയത്. ഇന്നലെ മുപ്പായിട്ട് ഇറങ്ങി താലങ്ങാനും വിലങ്ങാനും തരീക്കത്തി അങ്ങാടി കിട്ടുന്നമാര് സുലഭമാണ് തരീക്കത്ത്. തരീക്കത്ത് അങ്ങനെ കിട്ടുന്നതല്ല. ഓ പ്രിയ എന്തെങ്കിലൊക്കെ ചില ചൈത്താൻ സേവ കൊണ്ട് അവരുടെ അത്ഭുതങ്ങൾ ഉണ്ടായിക്കാം. മിന്നണതെല്ലാം പൊന്നല്ല എന്ന ബോധം നമുക്ക് വേണം. നമുക്ക് അൽഹംദുലില്ലാഹ് അഭിവന്ദ്യരായ റഈസുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ, അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ, അഭിവന്ദ്യരായ പേരോട് ഉസ്താദും ബാബ ഉസ്താദും ബദർ ഉസ്താദാത്തും ഒക്കെ ഉള്ള ഒരു സബീലുണ്ട്.
ആ മഹാത്മാക്കളുടെ വഴിത്താര നിൽക്കുക. ആ മഹാത്മാക്കൾ തള്ളാൻ ആരെ പറഞ്ഞ പോലെ കണ്ണും മുറുക്കി കണ്ണും മുറുക്കി നമ്മൾ തള്ളുക. അത്രയും വലിയ സാത്വികരായ 40 മുഷാവറകൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പഴപ്പഴ. ആ തീരുമാനം ഇന്ന് വരെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സമസ്ത പല ആളുകളെയും വിളിച്ചു പുറത്താക്കി. ആദ്യകാലത്തൊക്കെ അവരെ പറ്റി നമുക്ക് പലതും തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ആഹ് കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തീറ്റങ്ങളെക്കാട്ടി വലിയ പേച്ചോല് വേറെ ഇല്ല. ആ ഒരു പുലാനെ തന്നെ കോടമ്പുഴ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികളായ ഞങ്ങളൊക്കെ ഒരു മുഷാവറ അവസ്ഥ പലപ്പോഴും നടത്തും. അപ്പൊ ഞമ്മളൊക്കെ പറഞ്ഞു നമുക്ക് അന്ന് ആ ഫുലാന് വല്ലാതെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാലം അയാളെ കൊണ്ടുവരാൻ. ഭാവസ്ഥാത് പറയും പുഴ ചാടിയിട്ടേ ഉള്ളൂ, അക്കരക്കരക്ക നോക്കട്ടെ. എത്ര ദീർഘവീക്ഷണമാണ് കൊടുങ്ങാത്തൊരു ഭാവസ്ഥാ കുടിക്കിട്ടില്ല. പുഴ ചാടിയിട്ടേ ഉള്ളൂ, അപ്പുറം കടക്കുമോ നോക്കട്ടെ. ശേഖന പറഞ്ഞ വാക്കാണ്. എവിടെ കൊണ്ടെന്നാലും കോടമ്പേക്കാളത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ ത്വരീഖത്ത് എന്ന് പറഞ്ഞ എന്തായാലും അങ്ങോട്ട് കുപ്പായിട്ട് ഇറങ്ങിക്കാണ്ട് നീളം വള്ളിട്ട് അതുപോലെ തന്നെ ഉള്ള തുണിപ്പായക്കോളം എത്തപ്പെട്ടിട്ട് ഒരു പച്ചശാള് തീ കൂടിയിട്ട് പുതപ്പിട്ട് എന്നിട്ട് ബെറ്റിലെ തിന്നുകാണ്ട് അത് കുപ്പായത്തേക്കാണ് തുപ്പി ആകെ ചോപ്പാക്കി ആകെ പിരാന്തന്മാരായി മാറി നടക്കുന്ന ആളാണ് മുറബിയാശിയാണെന്ന് ആരും മനസ്സിലാക്കണ്ട. അങ്ങനെ സാധനമല്ല. ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ ഏർവാടി നാഗൂർ മുത്തുപേട്ടൊക്കെ സിയാറത്തിന് അവരെ ശൈഖ് പരീക്ഷണമൊക്കെ കഴിഞ്ഞ വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്കൊടുവിൽ തിളച്ച വെള്ളം അങ്ങനെ ഉണ്ടായിരുന്നു. അയക്ക് ചാടാൻ പറഞ്ഞിരിക്കുക. ബഹുമാനപ്പെട്ട ചാടി ഒരു ചുണ്ണും ചുക്കാമ്പും പറ്റില്ല. അങ്ങനെ തീക്ഷ്ണമായ പരിശീലനങ്ങൾക്കൊടുവിലാണ് ഒരു ശൈഖും മുരീദും ഒക്കെ രൂപപ്പെട്ടു വരുന്നത്. കണ്ടോർക്ക് മുഴുവൻ കിട്ടുന്ന സാധനമല്ല ത്വരീഖത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഉലമാ നിൽക്കുക, അതാണ് ഹാജിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള ഒന്നാമത്തെ പാഠം. നീണ്ട 20 കൊല്ലം ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ സഹവസിച്ചു. 20 സന 20 കൊല്ലക്കാലം സഹവസിച്ചു. ആ കാലയളവിൽ ബഹുമാനപ്പെട്ട ഖാജാ റളിയല്ലാഹു അൻഹു സകലമാന സുഖങ്ങളോടും വിട ചൊല്ലി. ദുന്യവിയായ എന്തൊക്കെ സുഖങ്ങളുണ്ടോ ആ സുഖങ്ങളോടെല്ലാം ബഹുമാനപ്പെട്ട ഖാജാ റളിയല്ലാഹു അൻഹു രാജി പറഞ്ഞു. നീണ്ട 20 കൊല്ലക്കാലം മെരുക്കിയെടുത്ത് 20ാമത്തെ കൊല്ലക്കാലം ഖാജയോട് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നല്ല നിലക്ക് വുളു എടുക്കുക. ആ വുളുവിന് ശേഷം നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്അത്തിൽ 1000 ഫാത്തിഹ, ഒരു ഇഖ്ലാസ് സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ നിങ്ങൾ ഒരു ഫാത്തിഹയും 1000 ഇഖ്ലാസും ഓതിയിട്ട് നിസ്കരിച്ച് എൻ്റെ അടുക്കൽ വരൂ. ഖാജ നിസ്കരിച്ചു. നിസ്കരിച്ച ശേഷം വന്നപ്പം പറഞ്ഞു 101 സ്വലാത്തും ചൊല്ലണം. അങ്ങനെ 101 സ്വലാത്തും ചൊല്ലി എന്നതിനു ശേഷം ഖാജന്റെ അടുത്ത ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ണു പൂട്ടുക. ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ണു പൂട്ടി. പൂട്ടിയ കണ്ണ് തുറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നദറതു ലിൽ അർശി വൽ കുർസി ബിൽ കശ്ഫി വസിദ്റത്തിൽ മുൻതഖാ വല്ലൗഹി വൽ ഖലമി
ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ കാണുന്നത്, കണ്ണ് പൂട്ടി തുറന്നപ്പോൾ ഖാജ തങ്ങൾ കാണുന്നത് അർശാണ്, കുർസാണ്, ലൗഹാണ്, ഖലമാണ്. വാനലോകത്ത് റബ്ബ് ജല്ല വഅല എന്തൊക്കെ സംവിധാനങ്ങൾ സംവിധാനിച്ചിട്ടുണ്ടോ എല്ലാം ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി ഉസ്താദ് മുഖേന കാണുന്നു. വിശാലമായ ചരിത്രമാണ്. ഖാജ റളിയല്ലാഹു അൻഹു തങ്ങളെ കൂട്ടി ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ അതാ കഅബയിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തവാഫിന്റെ ഇടയിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. ശേഷം മദീനയിൽ പോയി. മദീനയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലെത്തി. തിരുഹദറത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബിയോട് സലാം പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു. സലാം പറയുന്നു. ഖബറിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹ് ഖബറിൽ നിന്ന് സലാം മടക്കുന്നു. ഒരുപാട് മഹാന്മാർക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി ഖബറിൽ നിന്ന് കൈ തന്നെ പൊക്കി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി അവിടുത്തെ ഹദറത്തിൽ വന്ന് പൊട്ടി പൊട്ടി ഹബീബായ റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടി യാ അക്റമൽ ഖുറമാ അലാ ഇതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ബിജനാബികും എന്നിങ്ങനെ പാടി പാടിയപ്പോൾ റൗള ശരീഫിന്റെ പൂട്ട് തകർന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ ആ തിരു റൗള ശരീഫിൽ പോയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഉമറുൽ ഖാദി തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഖാജക്കും സമാനമായ അനുഭവമുണ്ട്. 20 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങളോടൊപ്പം ജീവിച്ചു. 70 വയസ്സ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾക്കായപ്പോൾ ബഹുമാനപ്പെട്ടവർ വഫാത്ത് മുഖം കണ്ടപ്പോൾ ഖാജനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് വഫാത്തിന് സമയം ആയി. ചിശ്തി ത്വരീഖത്തിന്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു. അതിന്റെ ഖലീഫയാക്കി ഞാൻ നിങ്ങളെ നിശ്ചയിച്ചു. അതിന്റെ എല്ലാ അസ്ലും ഫസ്ലും ഞാൻ നിങ്ങൾക്ക് തന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അതിന്റെ എല്ലാ അസ്ലും ഫസ്ലും കൊടുത്ത ശേഷവും ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെ മരണപ്പെട്ട മഹാരഥന്മാരെ സന്നിധാനത്തിൽ പോയി അവരിൽ നിന്നെല്ലാം പൊരുത്തവും ബഹുമാനപ്പെട്ടവര് വാങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹ് തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. തങ്ങൾ വളർത്തു പറഞ്ഞു, ഒന്ന് അടിയന്തരമായി നിങ്ങൾ മദീനയിൽ വരണം. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ഒട്ടും താമസിക്കാതെ ബഹുമാനപ്പെട്ടവർ മദീന ലക്ഷ്യമാക്കി പോയി. അങ്ങനെ മക്ക മുകറമയിൽ എത്തി തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ആകാശലോകത്തിൽ നിന്നൊരാശരീരി വന്നു. യാ മുഈനത്തി ദുആഉക മുസ്തജാബ്. ഓ മുഈനുദ്ദീൻ, നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങളെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടും. ഖാജക്ക് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ വാനലോകത്തിൽ നിന്ന് ആ ശരീരം കേൾക്കുമത്രേ.
എല്ലാ ദിവസവും 2 ഖത്മ തീർക്കുന്ന മഹാനാണ് ഖാജാ റളിയല്ലാഹു അൻഹു. വകാന യഖ്തിമുൽ ഖുർആന ഫിൽ യൗമി മറത്തൈൻ. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ടവർ 2 ഖത്മ തീർക്കുന്നയാളാണ്. ആ ഓരോ ഖത്മും തീർക്കുന്ന സമയത്ത് വനലോകത്തിൽ നിന്ന് റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്കും അത്ര ഖബിൽനാ ഖത്മക യാ മുഈനത്തി. നിങ്ങളെ ഖത്മ് നമ്മൾ ഖബൂലാക്കി, നിങ്ങളെ ഖത്മ് നമ്മൾ ഖബൂലാക്കി. അങ്ങനെ ഓരോ ഖത്മും റബ്ബ് ഖബൂൽ ചെയ്തു എന്ന് അപ്പോൾ റിസൾട്ട് കിട്ടിയ മഹാനാണ് ഖാജാ. ഇടക്കിടക്ക് ബഹുമാനപ്പെട്ട ഖാജക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടാറുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ റളിയല്ലാഹു അൻഹു തങ്ങളോട് ദുആഉക മുസ്തജാബ്, നിങ്ങൾ ദുആ ചെയ്യുവിൻ, നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടപ്പെടും. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖാജ ദുആ ചെയ്തത്, ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖാജ ദുആ ചെയ്തത്, പടച്ച റബ്ബേ ചിശ്തി ത്വരീഖത്തിൽ ആരുകൂടിയോ, ആരെന്നെ പ്രണയിച്ചോ, ആരെന്നെ ഇഷ്ടപ്പെട്ടോ, എന്റെ തരീഖിലൂടെ വന്നോ, അവർക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാഹ്. ഈ ദുആയാണ് ബഹുമാനപ്പെട്ട ഖാജ ദുആ ചെയ്തത്. ഖാജ പറഞ്ഞ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തവാഫൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദറത്തിൽ വന്നു. മുത്തുനബിയോട് ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ അദബോടെ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് വളരെ ഭവ്യതയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി സലാം പറഞ്ഞപ്പോൾ ഖബറിൽ നിന്ന് മുത്തുനബി ഉറക്കനെ വഅലൈക്കുമുസ്സലാം യാ മുഈനദ്ദീൻ, വഅലൈക്കുമുസ്സലാം യാ മുഈനദ്ദീൻ. ആദ്യം നിർത്തിയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി പറഞ്ഞു അൻത വലിയുൽ ഹിന്ദി വസുൽത്താനുഹാ അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ. ഓ ബഹുമാനപ്പെട്ട ഖാജ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനാണ്, നിങ്ങൾക്ക് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം തന്നിരിക്കുന്നു. അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ അൻത വലിയുൽ ഹിന്ദി വസുൽത്താനുഹാ. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം, അവിടെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലാത്ത അമുസ്ലിമീങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. പരിശുദ്ധ ദീനിന്റെ മഹിതമായ സന്ദേശം ആ രാജ്യത്തേക്ക് എത്തിയിട്ടേയില്ല, നിങ്ങൾ അങ്ങോട്ട് പോകണം. മുത്തുനബി ശരിക്ക് അവിടുത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്ക് ഇന്ത്യ രാജ്യത്തിലെ അജ്മീറിനെ ശരിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദാക മസ്കനുക വദാക മദ്ഫനുക, അതാണ് നിങ്ങളുടെ കർമ്മമണ്ഡലം, അവിടെയാണ് നിങ്ങൾ വിശ്രമം കൊള്ളാനുള്ളതും, അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് വന്നത്. റസൂലുള്ള പറഞ്ഞ വാക്ക് നോക്കണം, അഅതൈതുക വിലായത ഹിന്ദുസ്ഥാൻ, നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം തന്നു, അങ്ങ് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനാണ്. അപ്പൊ നമ്മളൊക്കെ അജ്മീരിൽ പോയിരിക്കുമ്പോഴുള്ള അധിക ആളുകളും അവിടെ എന്തെല്ലാമോ നടന്നു, ആണും പെണ്ണും കൂടി കലർന്നും അതുപോലെ കൊട്ടും മുട്ടും മദ്ദളും ബാൻഡും ഒക്കെ നടന്നു. ഇട്ടോനും വരും ഇടാത്തോനും വരും, എല്ലാ ജാതി അവിടെ ഉണ്ടാകും.
അവിടെ വെള്ളപ്പാച്ചില. നമ്മൾ അതിലേക്ക് നോക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഖാജക്ക് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത പദവിയായ വിലായത്ത് ഹിന്ദുസ്ഥാൻ, ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം അധികാരം കൊടുത്തത് രാജാവാണ്. രാജാവിന്റെ അടുക്കൽ എല്ലാവരും അവിടെ കാണുന്ന ഒക്കെപ്പാടെ നമ്മൾ ന്യായീകരിക്കാനും പോണ്ട, മിണ്ടാനും പോണ്ട, ഒന്നിനും ഖാജ സുൽത്താനാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വിവരമില്ലാത്തത് വലിയ കറമിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഖാജ. ധാരാളം പോക്കറ്റടിക്കാരുണ്ട് അവിടെ. ഖാജന്റെ മനസ്സിന്റെ അലിമോണ്ടായിട്ടൊക്കെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ എപ്പം പോകും ചോദിച്ചാൽ മതി. ഞാൻ ഓർക്കുകയാണ് അജ്മീർ നടക്കുന്ന ചില കാര്യങ്ങളെ അത് നിശിതമായി വിമർശിച്ചു നമ്മള് ബാപ്പുട്ടി ദർബിന്റെ അദ്ദേഹത്തിന് ഖാദിന്റെ തല്ലിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ എന്റെ വീട്ടിലെ സ്വലാത്ത് വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ ആലോചിച്ചു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തന്നെ അവിടെ പോയിട്ട് ചിലതൊക്കെ കണ്ടിട്ട് വിഷമപ്പെട്ടപ്പം ഖാജ വന്നു, നിങ്ങളുടെ ആവശ്യം ഇവിടുന്ന് നേടിയെടുത്തോളൂ, ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നോക്കണ്ടെന്നാണ് അത്രേ ഖാജക്ക് പിന്നെ ശംസുൽ ഉലമക്ക് നിർദ്ദേശം കിട്ടിയത്. അവിടുത്തെ ഉന്നതരായ ശിഷ്യന്മാരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനുകൂലിക്കല്ല, ഒന്നുമല്ല. അവിടെ വിവരമില്ലാത്ത ജനങ്ങളെമ്പാടുണ്ട്. നമ്മളെ പോലത്തെ വിവരം ഉള്ളവരല്ല അവര്. ഇതുപോലത്തെ സംവിധാനങ്ങളുമില്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരുപാട് മാറ്റം വരാൻ തുടങ്ങി. നമ്മളുടെ ഫാറൂഖ് നൈമി ഉസ്താദിന്, ഷൗക്കത്ത് നൈമി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മുഈനി കോളേജ് അവിടെ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ അശാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയപ്പോ, കഴിഞ്ഞ മാസം പോയപ്പോ അവരെ കണ്ടു. അപ്പൊ അവിടെ അവര് തന്നെ ഓരോ ഗ്രാമത്തിൽ പോയി മദ്രസ തുടങ്ങുക, കുട്ടികളോട് വരാൻ വേണ്ടി പറയാം. ഇവിടുത്തെ പഠന സമയം കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ദീനിയായ സ്പന്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ആ രാജ്യം ഉണർന്നു വരുന്നു. സുൽത്താനുൽ ഉലമയുടെ മക്കൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ദീനിന്റെ അക്ഷരാഭ്യാസമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. അല്ലാഹു എല്ലാം കബൂലാക്കുമാറാവട്ടെ. ഭാവിയിൽ മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ആ മുസ്ലിമീങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ മഹിത സന്ദേശം ആ നാട്ടിലേക്ക് എത്തിയിട്ടില്ല, നിങ്ങൾ പോകണം. അങ്ങനെയാണ് ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് പുറപ്പെടുന്നത്. ലാഹോർ വഴി ഡൽഹിയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അങ്ങ് അജ്മീരിലേക്ക് പുറപ്പെടുന്നത്. അക്കാലത്ത് അജ്മീർ ഭരിക്കുന്ന ഭരണാധികാരി പൃഥ്വിരാജ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. പൃഥ്വിരാജ് എന്ന ഭരണാധികാരി. ആ പൃഥ്വിരാജിന്റെ അമ്മ ഈ നക്ഷത്ര നോട്ടത്തിൽ അതിവൈദഗ്ധ്യമുള്ള പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ അമ്മ നേരത്തെ കാലത്ത് പറഞ്ഞിരുന്നു, അജ്മീരിൽ ഒരു ഫഖീർ പ്രവേശിക്കും. ആ ഫഖീർ പ്രവേശിക്കലാണ് നിങ്ങളുടെ ഭരണത്തിന്റെ അന്ത്യം. നിങ്ങളെ പരാജയത്തിന് തുടക്കം ആ ഫഖീർ പ്രവേശിക്കലാണ്. ആ ഫഖീർ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി സർവ്വസന്നാഹവും അജ്മീരിന്റെ അതിർത്തിയിൽ പൃഥ്വിരാജ് ചെയ്തു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേടിച്ചിട്ടാണ് സകല മനുഷ്യന്മാരും ഫിറഔൻ വന്നത്. അവസാനം ആ ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി വളർന്നു. മുസല്ലദി റബ്ബാ ജിബ്രീലു കാഫിറു മുസല്ലദി റബ്ബാ ജിബ്രീലു മുസല്ലദി റബ്ബാ ഫിർഔന മുസ്ലിമൂ. അജ്മീരിൽ ഖാജ പ്രവേശിച്ചു. ഖാജ പ്രവേശിച്ച് ആദ്യം വന്നിരുന്ന സ്ഥലം സുബ്ഹാനല്ലാഹ് രാജാവിന്റെ ഒട്ടകങ്ങളൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഖാജയും അനുയായികളും കടന്നപ്പോ ആ ഭാഗത്തുള്ള ആളുകള് പിന്നെ ഇവിടെ നീച്ചു പോകണം, ഇത് രാജാവിന്റെ ഒട്ടകങ്ങളെ കെട്ടിടുന്ന സ്ഥല എന്ന് പറഞ്ഞ് അതിന്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഖാജയോട് കയറി. അപ്പം ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി ഞങ്ങൾ പോവാം, ഒട്ടകങ്ങൾ അവിടെ തന്നെ കടക്കട്ടെ. ആ ഒട്ടകം തന്നെ എണീക്കണില്ല. ഖാജ നേരം കൊടുത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി കാര്യം പറഞ്ഞു. പടച്ചോൻ അപ്പൊ അപ്പോഴാണ് പൃഥ്വിരാജിനെ ഓടാൻ തുടങ്ങി. അമ്മ പറഞ്ഞ ഫഖീർ ഇത് തന്നെയാവണം, തലക്കാലം പൊരുത്തപ്പെടിക്ക്. അങ്ങനെ പൊരുത്തപ്പെടിപ്പിച്ചു. എന്നിട്ട് ഒട്ടങ്ങൾ എണീറ്റോട്ടെ, ഒട്ടങ്ങൾ എണീറ്റു.
എന്നിട്ട് ബഹുമാനപ്പെട്ട ഖാജ അനാസാഗർ തടാകത്തിന്റെ ഭാഗത്തേക്ക് മാറുകയാണ്. അനാസാഗർ തടാകം വിശാലമായ തടാകമാണ്. അവിടെ നിന്ന് ഖാജയും അനുയായികളും ഒക്കെ വുളു എടുക്കുന്നതൊക്കെ ഇവർക്ക് വലിയ അസ്വസ്ഥത, ഉള്ളിൽ ഈർഷ്യത. അവരതിനെ എതിർത്തു. ഖാജയെയും അനുയായികളെയും വെള്ളമെടുക്കാൻ സമ്മതിച്ചില്ല. വിവരം ശിഷ്യൻ ഖാദിനോട് പറഞ്ഞു. ദേഷ്യം പിടിച്ചു. ഒരു ചെറിയ പൂജ കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഖാദർ റളിയല്ലാഹു അൻഹു തങ്ങള് ബുദ്ദൂഹിന്റെ ദിക്ർ ചൊല്ലിയിട്ട് അങ്ങോട്ട് ഖാദന്റെ ശിഷ്യൻ അങ്ങനെ തന്നെ പോയി ആ പൂജയിട്ട് വെള്ളം അങ്ങോട്ട് കോരിയപ്പോൾ അനാസാഗർ തടാകം മൊത്തം വറ്റി വരണ്ടോ. ബഹുമാനപ്പെട്ട അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാക്കി അവിടുത്തെ മൗലിദിന്റെ കിതാബിൽ പറയുന്നത് പാല് കൊടുക്കുന്ന ഉമ്മമാരുടെ മുലയിലെ പാല് വരെ വറ്റി. ഗത്യന്തരമില്ലാതെ വെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയ വീണ്ടും ഖാജന്റെ മുന്നിൽ കപടമായ പൊരുത്തപ്പിടിച്ചു. ഖാജ വലിയ കറവിന്റെ ആളാണ്. എങ്കിൽ പോയി ആ വെള്ളം അതിലേക്ക് തന്നെ ഒഴിക്കൂ. ആ പൂജയിലെ വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചപ്പോൾ അനാസാഗർ വീണ്ടും പഴയതുപോലെ വെള്ളത്താൽ സമൃദ്ധമായി. എങ്ങനെങ്കിലും ഈ ഖാജയെ ഇവിടുന്ന് പാഠം പഠിപ്പിക്കണം. കെട്ടില്ലെങ്കിൽ എന്റെ ഭരണത്തിന് പരാജയം. അങ്ങനെ പിന്നെ ഷാദി ദൈവി എന്ന് പറയുന്ന അക്കാലത്ത് വലിയ മരണക്കാരനാണ്. അയാളെ പൃഥ്വിരാജാവ് വിളിച്ചു വരുത്തി. അങ്ങനെ അയാളെ കൊണ്ട് ഖാജക്കെതിരെ സിഹ്ർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവര് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിനെതിരെ സിഹ്ർ ചെയ്യാൻ വന്നപ്പോൾ ഷാദീദേവും വലിയ പരിവാരങ്ങളും ഉണ്ട്. ഷാദീദേവിലേക്ക് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തുറിച്ചങ്ങ് നോക്കിയപ്പോൾ ഷാദീദേവിന്റെ ശരീരത്തിലുള്ള മുഴുവൻ പിശാചുക്കളും പേടിച്ചോടിപ്പോയി. പിന്നെ ഷാദീദേവിനൊന്നും കഴിയുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം വന്ന ആളുകളോട് പറഞ്ഞു, ഖാജക്കെതിരെ നിങ്ങളൊന്നും ചെയ്യല്ലേ. ഒപ്പം വന്ന ആളുകൾ മുഴുവനും ഷാദീദേവിനെ പടിചാരാൻ തുടങ്ങി. പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് പോന്നതെന്നും ചോദിച്ചിട്ട് അവരൊക്കെ ഷാദീദേവിനെ കുറ്റപ്പെടുത്തി. ഷാദീദേവി അപ്പോഴും ഉറച്ചു നിന്നു. ആ മനുഷ്യനെതിരെ നിങ്ങളൊന്നും പ്രവർത്തിക്കരുതേ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ഈ ഷാദീദേവി കടന്നു വരുന്നു. എന്നിട്ട് ഖാജന്റെ മുന്നിൽ വെച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പ്രവർത്തി. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ വിഷയം പൂർത്തിയാക്കുക. ഷാദി ദൈവി ബഹുമാനപ്പെട്ട ഖാജന്റെ ഹദറത്തിലേക്ക് വന്നു. എന്നിട്ട് ഖാജന്റെ അടുക്കൽ വെച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കൂടി ബഹുമാനപ്പെട്ട മഹിതമായ ഇസ്ലാമിലേക്ക് വന്നു. അതാണ് സ്വാറ ഷാദി ദൈവുഹും സഅദി ബിനളിരിൻ മിൻകും അൽ മദദി യാ ശൈഖ അജ്മീരിൻ മുഈനദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പൃഥ്വിരാജാകെ രാജാറായി ഷാദിദേവി നഷ്ടപ്പെട്ടു. ഇനി എന്തുണ്ട് മാർഗം? അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരുഭൂമിയിൽ ലജൈഫാൽ എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും വലിയ മാരണക്കാരന്റെ വിവരം ഈ പൃഥ്വിരാജിന് കിട്ടുന്നത്. അജൈഫാല് നാട്ടിലേക്ക് വരാറില്ല. സിഹിറിന്റെ കോളേജ് നടത്തുന്ന ആളാണ്. ധാരാളം ശിഷ്യന്മാരുള്ള ആളാണ്. അങ്ങനെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം അജൈഫാൽ പൃഥ്വിരാജിന്റെ കൊട്ടാരത്തിൽ വരുന്നു. അജൈഫാല് പൃഥ്വിരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. നടന്ന സംഭവങ്ങളെല്ലാം പൃഥ്വിരാജാവ് പറഞ്ഞു കൊടുത്തു.
അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പൃഥ്വിരാജ് പറഞ്ഞു, ഞാൻ ശരിയാക്കി കളയാം ആ മനുഷ്യന്, പക്ഷെ എനിക്ക് നല്ല കൂലി തരണം. കൂലി എത്ര പറഞ്ഞാലും ഞാൻ തരാം, പക്ഷെ ആ മനുഷ്യനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അജയ്ഫാല് വരുന്ന വിവരം മുഅ്മിനീങ്ങൾ അറിഞ്ഞപ്പോൾ പേടിച്ചുപോയി. ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ, ഇളകാത്ത ഈമാനോടെ ഉറച്ചു നിന്നിട്ട് വലിയൊരു വൃത്തം വരച്ചു. ആ വൃത്തത്തിന്റെ ഉള്ളിൽ തന്നോടൊപ്പം വിശ്വസിച്ച അവിടെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. ഇതിന്റെ അങ്ങോട്ട് ഒരു ചുണ്ണാമും സംഭവിക്കില്ല. അജയ്ഫാലും പരിവാരങ്ങളും ഖാജക്കെതിരെ വന്നു. പല സിഹറിന്റെ പണികളും ബഹുമാനപ്പെട്ട ഖാജക്കെതിരെ അവർ ഉതിർത്തു. എല്ലാം ആ വൃത്തം വരെ, ഒരൊറ്റൊന്നും ആ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. കിട്ടിയ കയറുകളെ കൊണ്ട്, കിട്ടിയ വടികളെ കൊണ്ട്, കിട്ടിയ കല്ലുകളെ കൊണ്ട്, എന്തെല്ലാം കിട്ടിയോ കിട്ടിയ സാധനങ്ങളെ കൊണ്ടെല്ലാം ഖാജക്കെതിരെ പലതും ചെയ്തു. ഒന്നും ഏശിയില്ല, ഒന്നും ഏശാതെ വന്നപ്പോൾ അജയ്ഫാല് പിന്നെ ഭീഷണിയുടെ സ്വരം ഖാജക്കെതിരെ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ജീവന് കൊതി ഉണ്ടെങ്കിൽ പുറത്തു പോയിക്കോ, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഖാജ പറഞ്ഞു, കണ്ടത് കൂട്ടടാ. ഭീഷണിക്കും പ്രകോപനങ്ങൾക്കും ഖാജ ഭയപ്പെടില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അജയ്ഫാലങ്ങട്ട് അന്തരീക്ഷത്തിലേക്ക് വിമാനം പോകുന്നത് പോലെ പൊന്തി. എന്നിട്ട് മേലേക്ക് ബഹുമാനപ്പെട്ട ഖാജക്കെതിരെ സിഹർ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെരുപ്പ് മെതയടിയോട് ഒരു ഇശാറത്ത് കൊടുത്തപ്പോൾ പക്ഷി പറക്കും പോലെ ബഹുമാനപ്പെട്ട ഖാജയുടെ മെതിയടി അങ്ങോട്ട് മേലോട്ട് പറന്നിട്ട് മേലെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അജയ്ഫാലിനെ അടിച്ച് തള്ളിയിട്ടു. അങ്ങനെ അവശനായി കിടക്കുന്ന അജയ്ഫാലിന് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ കറമ്, അവിടുത്തെ ആ വാത്സല്യം പ്രകടിപ്പിച്ചു. ഖാജന്റെ മുന്നിലേക്ക് അജയ്ഫാൽ എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് അജയ്ഫാലും ബഹുമാനപ്പെട്ട ഖാജന്റെ മുന്നിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ വാക്യം ചൊല്ലി ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അതാണ് ഫാസ ജയ്ഫാൽ സാജിദൻ അമാമകും തൈബാ المددي شيخ أجمير معين الدين لا إله إلا الله إلا الله لا إله إلا الله رسول الله. അജയ്ഫാല് മുസ്ലിമായി ഖാജനോട് പറഞ്ഞു, മറുപക്ഷത്ത് ഞാൻ നിൽക്കുന്ന കാലത്ത് എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലും എനിക്ക് അങ്ങനത്തെ സ്ഥാനം തരണേ. അപ്പോൾ ബഹുമാനപ്പെട്ട ഖാജ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അപ്പം പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ഹയാത്ത് വേണം. അജ്മീരിലേക്ക് വരുന്ന, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് വരുന്ന മുഴുവൻ ആളുകൾക്കും ഹിദായത്ത് നൽകി, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി, എനിക്കൊന്ന് അവിടുത്തേക്ക് ഖിദ്മ ചെയ്ത് ജീവിക്കാനാ. അപ്പോൾ ഖാജത്തങ്ങൾ ആ വരം കൊടുത്തു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം, പക്ഷെ സാധാരണ മനുഷ്യന്മാർ
മഹാന്മാര് ജീവിക്കുന്ന കാലം കഴിഞ്ഞാൽ അങ്ങനെ ജനങ്ങളെ മുന്നിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ജീവിക്കരുത്. അജ്മീരിന്റെ മലമടക്കുകളിൽ ജീവിക്കുക. ബഹുമാനപ്പെട്ട അല്ലാമാ ശിഹാബുദ്ദീൻ ശാലിയാത്തി തങ്ങൾ പറയാണ്, എല്ലാ വെള്ളിയാഴ്ച രാവിലും ബഹുമാനപ്പെട്ട ഖാജന്റെ ഹളറത്ത് അജൈഫാലൻ അബ്ദുല്ലാഹിൽ ബയാബാനി തങ്ങളുണ്ടത്രേ. അവിടെ കൂടുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ഖാജ മുഖേന ഇസ്ലാമായ അബ്ദുല്ലാഹിൽ ബയാബാനി ശംസുൽ ഉലമാ അവിടുത്തെ മൗലിദ് കിതാബിൽ പറയാണ്, അജ്മീരിൽ പോകുന്ന ആളുകൾക്ക് വല്ല വിഷമം ബോധ്യപ്പെട്ടാൽ, വല്ല വിഷമം വന്നു അബ്ദുല്ലാഹിൽ ബയാബാനി തങ്ങളെ പേര് ഇങ്ങനെ നിരന്തരം പറഞ്ഞു അബ്ദുല്ലാഹിൽ ബയാബാനി തങ്ങളെ സഹായവും മദതും ഉണ്ടാകുമത്രേ. മുസ്ലിമായി, ഷാദീദേവ് മുസ്ലിമായി, പൃഥ്വിരാജാവിന് ഭരണം നഷ്ടപ്പെട്ട് അജ്മീരിന്റെ ഭരണം ഖാജാവർത്തിക്കപ്പെട്ട ആളിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു വഫാത്ത് വന്നപ്പോൾ 90 ലക്ഷത്തിലധികം ആളുകളെ മഹിതമായി ഇസ്ലാമിന്റെ ശാശ്വത തീരത്തേക്ക് അണിയിച്ചിട്ടാണ് റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തങ്ങൾ പോകുന്നത്. ഏതാണ്ട് 850 കൊല്ലം മുമ്പ് ഒരു റജബിന്റെ രാത്രിയിൽ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്താക്കി ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ദിക്റിലായി കഴിഞ്ഞുകൂടി. അതേ അന്നത്തെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഖാജ പള്ളിയിലേക്ക് വരുന്നില്ല. വാതിൽ കുത്തി തുറന്നപ്പോൾ 90 ലക്ഷം ആളുകളെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അന്ത വലിയുൽ ഹിന്ദി വസുൽത്താനുക എന്ന മുത്തുനബി ബോധ്യപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോയി. അവിടുത്തെ നെറ്റിത്തടത്തിൽ ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. നല്ല വെളുത്ത നൂറാനിയെഴുത്തുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരണപ്പെട്ടിരിക്കുന്നു. ഖാജ വഫാത്തായ സ്ഥലത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു തങ്ങളെ അടക്കം ചെയ്തിട്ടുള്ളതും. അല്ലാഹു തർജിയത്തുമാറാവട്ടെ. ആ ഖാജ റളിയല്ലാഹു എന്ത് വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമാണ്. പക്ഷെ നമ്മളെ ഉദ്ദേശം നന്നാക്കണമെന്നാണ്, നമ്മളെ ഉദ്ദേശം നന്നാക്കണം എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അവിടുത്തെ മൗലിദ് കിതാബിന്റെ ഏറ്റവും ഒടുവിൽ ഒരു സംഭവം പറയുന്നത്, കണ്ണ് കാണാത്ത അവിടെ കൊല്ലങ്ങളായി അങ്ങനെ ആ ആള് ഒരിക്കൽ അവിടെ ഔറംഗസീബ് രാജാവ് സിയാറത്തിന് വന്നപ്പോ ഇയാളെ നിങ്ങൾ എന്താ ഇവിടെ ഒരുപാട് കൊല്ലായി, എന്താ ആവശ്യം? കണ്ണിന് കിട്ടിയിട്ടില്ല രാജാവ്. ആ ബർക്കത്തോട് ഞങ്ങളെ ഖൈറിലാക്കണേ റഹ്മാനെ എന്ന് പറഞ്ഞ് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.